ഈ വീഡിയോ കാണുന്ന പലരും സ്പൈസ് കോസ്റ്റ് മാരത്തോൺ ഓടിയവരായിരിക്കും. അതിൽ ഫുൾ മാരത്തോൺ ഓടിയവർ കാണും, ഹാഫ് മാരത്തോൺ ഓടിയവർ കാണും, ഫൺ റൺ ഓടിയവർ കാണും. നിങ്ങൾ ഏത് റണ്ണ് തന്നെയാണ് ചെയ്തതെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഇൻറ്റൻസിറ്റിയിലാണ് ഓടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്കവറിക്കാണ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. റിക്കവറിക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ആകെപ്പാടെ ഒരു ജിം സെഷനും ഒരു റണ്ണ് മാത്രമേ ചെയ്തുള്ളൂ. അതിന് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് റണ്ണ് ചെയ്യാൻ പറ്റാത്തത്. കാരണം ഇപ്പോൾ നമ്മുടെ സ്കൂൾ കായികോത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ചന്ദ്രശേഖർ സ്റ്റേഡിയത്ത് അതിൻ്റെ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ട്രാക്ക് യൂസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ മഴയൊക്കെ കാരണം റോഡിൽ ഓടുന്ന അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം റൺസ് ഒന്നും ഈ ഒരാഴ്ച ചെയ്തില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് റിക്കവറി വീക്ക് അത്യാവശ്യമായിട്ട് തോന്നി. കാരണം ഇപ്പോൾ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് പനി വന്നില്ല, എന്നാലും ജലദോഷമൊക്കെ വന്ന് കുറച്ച് ആരോഗ്യപരമായി ഒരു അത്ര നല്ല കണ്ടീഷനിലല്ല. പക്ഷേ എനിക്ക് റൺ ചെയ്യണം എന്നുണ്ട്. എന്നാൽ റിക്കവറിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് പീക്ക് പെർഫോമൻസ് ഓടാൻ പറ്റുമെന്ന് അറിയുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കംപ്ലീറ്റ്ലി റെസ്റ്റായിരുന്നു. ആകെ ഞാൻ പറഞ്ഞ പോലെ 2 ദിവസമേ ട്രെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു മാരത്തോണൊക്കെ ഓടിയിട്ട് വരികയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത ദിവസം നിങ്ങൾക്ക് ഓടണം അല്ലെങ്കിൽ റിക്കവർ റണ്ണ് ചെയ്യണം എന്ന് ആഗ്രഹം കാണും. പക്ഷേ നിങ്ങളുടെ ബോഡി തരുന്ന മെസ്സേജസിന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ബോഡി പറയാണ് നിങ്ങൾക്ക് ഇന്ന് ഓടാൻ വയ്യ, രാവിലെ എണീക്കുമ്പോൾ ബോഡിയൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക. നടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത്ര ഇൻറ്റൻസായിട്ട് ഓടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബോഡിക്ക് പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്യാനും റെസ്റ്റ് എടുക്കാനുമുള്ള ടൈം നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പീക്ക് പെർഫോമൻസിൽ അടുത്ത ഇവൻറ്റിൽ ഓടാൻ പറ്റുള്ളൂ. കാരണം ഒരു മാരത്തോൺ കഴിഞ്ഞു, പക്ഷേ നമുക്കിനി അടുത്ത ഇവൻറ്റ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നവംബറിലധികം ഇവൻറ്റ്സ് ഇല്ല, പക്ഷേ ഡിസംബറിലുണ്ട്, നവംബറിലും ഉണ്ട് ഇവൻറ്റ്സ്. അപ്പം നമ്മളെപ്പോഴും അടുത്തൊരു റേസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാധനമാണ് റെസ്റ്റ് ആൻഡ് റിക്കവറി. അപ്പോൾ മാരത്തോൺ ഓടി ടയേർഡായവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ റെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റെസ്റ്റൊക്കെ ഓക്കെ ആയി ബോഡി വീണ്ടും ഓടാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു നിങ്ങൾക്ക് ഉറപ്പ് വരുന്ന സമയത്ത് ഒരു റിക്കവർ റണ്ണാവാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ റെഗുലർ ട്രെയിനിങ് റൂട്ടീനിലോട്ട് ഗ്രാജുവലി പയ്യെ പോവാം. അപ്പോൾ എല്ലാവരും നല്ലൊരു റേസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.